ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 5:9-10 വാക്യങ്ങൾ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിച്ച ശേഷം അപ്പോസ്തലനായ പൗലോസ് പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിനെന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തി ഒരു കാലത്ത് ഇരുളിലായിരുന്നുവെങ്കിലും ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. അങ്ങനെയുള്ള വ്യക്തി, അതായത് കർത്താവിൽ വെളിച്ചമായവൻ, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവനായി നടക്കേണ്ടതാകുന്നു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കേണ്ടതാകുന്നു. 1 തെസ്സലോനിക്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ലോകത്തെ അനുകരിക്കുന്നതിനോ അതിൻ്റെ നിയന്ത്രണത്തിലാകുന്നതിനോ പകരമായി ഒരു വിശ്വാസി ആത്മാവിനാൽ നിറയേണ്ടതാകുന്നു. വിശ്വാസ ജീവിതത്തിലെ എല്ലാറ്റിനും മൂല്യം നൽകുന്ന അളവുകോൽ എന്നത് കർത്താവിന് പ്രസാദകരമായത് എന്താണെന്നാണ്. റോമാലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. വെളിച്ചത്തിൻ്റെ മക്കൾ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവരും അവരുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ തെളിവായി സകല സദ്ഗുണവും നീതിയും സത്യവും നിറഞ്ഞവരായിരിക്കും. മറ്റുള്ളവരോട് അനുകമ്പയും സഹായിക്കുവാനുള്ള സന്നദ്ധതയും അവരുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ മാനബന്ധവുമായി പൊരുത്തപ്പെടുകയും സഹോദരങ്ങളോടുള്ള കടമകൾ നിറവേറ്റുകയും വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. വെളിച്ചത്തിൻ്റെ ഫലമായ സകല സദ്ഗുണവും നീതിയും സത്യവും എല്ലാ വിശ്വാസികളും പ്രകടമായി സാക്ഷ്യമുള്ളൊരു വിശ്വാസ ജീവിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്സസ് ഓൾ.